ആരാടത്? എന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെയ്താൽ. ആരോട് ചോദിച്ചിട്ടാ നീ ഈ പറമ്പിൽ കയറിയത്? നിങ്ങളതല്ലോ ഗോവിന്ദൻകുട്ടിന്റെ അല്ലേ? ഗോവിന്ദൻകുട്ടി ആരാ? ശാരദമ്മയുടെ ആങ്ങളാണെങ്കിലും പറമ്പ് ഇപ്പം ഗോവിന്ദൻകുട്ടിന്റെ പേരിലല്ലേ? എന്ന് വെച്ച് നിനക്ക് കയറേണ്ട കാര്യം എന്താടാ? എന്ന് അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ടി ഇറക്കാൻ കയറിയതാ. കുറുന്തോട്ടിയാ? എല്ലാം ഉണങ്ങി കരിഞ്ഞി കിടക്കണോടത്താ നീ കുറുന്തോട്ടി പഠിക്കാൻ വന്നത്? ഉണ്ടാവില്ലല്ലേ? പോടാ കള്ള. തള്ളേ തള്ളയാ? തള്ള നിന്റെ ഉമ്മ. എന്റെ അമ്മണിയമ്മേ, അമ്മണിയമ്മ മാറ്റാൻ ഞാൻ സഹിക്കും, ചീത്ത പറയാൻ ഞാൻ കേൾക്കും. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക്. എന്റെ ഉമ്മാണ് സത്യം. ഇതാ ഇപ്പൊ തന്നെ ഞാൻ അമ്മണിയമ്മനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. നീ എന്തിനാണ് എന്നെ വിചാരിക്കണേ? എങ്ങനെ വിചാരിക്കാണ്ടിരിക്കും? പണ്ട് അമ്മണിയമ്മ ആരായിരുന്നു? ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാർ ആൺകുട്ടികളെ മനസ്സിൽ ഒരു കാന്താരിമോള് കുറച്ച് കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ? പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ? സത്യം, എന്റെ ഉമ്മയാണ് സത്യം. തുറന്നു പറയാലോ, അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ലേശം എരിവ്. നിങ്ങളാ കണ്ണും ആ മൂക്കും എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു കൊന്തർബല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കൊള്ളാമോ? നല്ല ചേലുണ്ടോ? കാക്ക തേങ്ങ പോലും എടുത്ത പോലെ ഉണ്ട്. അത് നിങ്ങളെ നമുക്ക് ഇട്ടൊന്ന് താങ്ങിയതാണല്ലേ? അല്ല, നമ്മളെ സന്യാസി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ഒരാളെ കാണാനുണ്ട്. നീ ഈ പറമ്പിൽ എന്ത് കള്ളത്തരം ഒപ്പിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്ന് ഗോവിന്ദൻകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഓ, നോക്കാൻ മാത്രം ഇവിടെ ഉണ്ടായി കിടക്കല്ലേ? പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ.